ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ ഇന്ന് ഡേ 3 ആണ്. കൈ മടക്കി വെക്കണോ വേണ്ടത് ഇന്നലെ ഞാൻ ഉറങ്ങിയപ്പം കുറച്ച് നേരമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എണീക്കാൻ ആസ് യൂഷ്വൽ ഞാൻ കുറച്ച് ലേറ്റായി, കുറച്ച് നേരം ഒരു 10 മിനിറ്റ്. അപ്പം അങ്ങനെ അപ്പത്തേക്ക് അച്ഛനും അമ്മയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു. ഏട്ടനൊക്കെ എടുത്തു കൊടുത്തു. കോൺഫ്ലെക്സും മിൽക്കും കോൺഫ്ലെക്സ് പാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം നമ്മളെല്ലാം സെൽഫ് സർവീസായിട്ട് ചെയ്യണം. അപ്പം മൊത്തം സാധനമൊക്കെ എടുത്തു തന്നു, ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനെടുത്ത് കഴിക്കേണ്ട ഒരു താമസമേ ഉള്ളൂ. അപ്പം കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഇങ്ങനത്തെ ഈ ഫ്രഷ് ജ്യൂസൊന്നും ഒരാൾ കുടിച്ച വലിയ ശീലമില്ല. അപ്പം പിന്നെ കഴിക്കണമല്ലോ, വെച്ചെന്നിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ കഴിച്ചു. ഒരു ജർമ്മനി ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. എനിക്ക് രാവിലെ ഈ ബ്രെഡൊക്കെ കഴിച്ചപ്പം അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഭാവിയിൽ ഇത് കഴിക്കണ്ടേ അങ്ങനത്തെ സാധനമൊക്കെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഞാനിത് കഴിച്ചു മൊത്തം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സാധനം. അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട്, ഇവിടെ നല്ല ആംബിയൻസും സംഭവമൊക്കെ. നമ്മുടെ ഈ ഹോട്ടലിലെ റൂം എടുത്തതിൻ്റെ കൂടെ തന്നെ ഉള്ളത് ഈ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ രാവിലെ കഴിക്കാൻ വന്നു. അപ്പോൾ രാവിലെ 7 മണി ടു ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. രാവിലെ കഴിഞ്ഞു. അങ്ങനെ വയറ് ഇവിടുത്തെ കഴിക്കുന്ന പോലെ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല, എന്നാലും അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ കിച്ചണിൽ കൊണ്ടുവെക്കണം പ്ലേറ്റൊക്കെ. അപ്പോൾ ആ ചേച്ചി വന്ന് കഴുകി വെക്കും. സംഭവം നല്ല രസം. ഇവിടെ അങ്ങനെ വേറെ ഹോട്ടലിൽ വന്നൊരു അങ്ങനത്തെ ഒരു ഫീലല്ലേ ഇവിടെ. ഇവിടെ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് നമ്മൾ അടുക്കള പാത്രം കൊണ്ട് വെക്കില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് സമയമില്ല, അതുകൊണ്ട് വേഗം ഒക്കെ എടുത്തിറങ്ങി. സമയം ഉണ്ടായിരുന്നില്ല, അതായത് എണീറ്റതും ഇച്ചിരി ലേറ്റായി, കിടന്നപ്പോൾ കുറച്ച് ലേറ്റായി. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ ഡ്രൈവിൽ അപ്ലോഡ് ആക്കിയിട്ട് അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടേ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പം 2 ദിവസം എനിക്ക് പനിയായതുകൊണ്ട് ഇതൊന്നും എടുക്കാൻ പറ്റിയത്. 3-ാമത്തെ ദിവസത്തെ എനിക്ക് മര്യാദയ്ക്ക് ഇവിടേക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അപ്പം പനിയൊക്കെ ഒന്ന് മാറി സെറ്റായി. എനിക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആണോ എന്തോ ഭയങ്കര സീനായിരുന്നു. ഇവിടെ എത്തിയപാടെ ഭയങ്കര പനിയായിരുന്നു. എൻ്റെ അമ്മ പറഞ്ഞു ജീവിതത്തിൽ എനിക്ക് അങ്ങനെ പനി വന്നിട്ടില്ല. പിന്നെ പനി വന്നത് ഇതൊക്കെ കഴിഞ്ഞൊന്ന് ഡെങ്കു വന്നായിരുന്നു അപ്പോഴാണ്. അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ നല്ല രസമായിരുന്നു. അങ്ങനെ ഒരു ഹോം ഫീൽ. നമുക്ക് വേറെ സ്ഥലത്ത് പോകുമ്പോൾ ഒരു അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്കുണ്ടാവാറുണ്ട് ഒരു ഹോം സിക്നെസ് പോലത്തെ ഒരു സാധനം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ ഡേ 3 ആണെന്ന് തോന്നുന്നു. അതെ, ഇന്നലെ നമ്മൾ മിനിയാന്ന് വന്നു. അതായത് മിനിയാന്ന് വന്ന് ഇന്നലെ ഇറങ്ങി. മിനിയാന്ന് ഡേ 1, ഇന്നലെ ഡേ 2, ഇന്ന് ഡേ 3. അതെ, അപ്പോൾ കറക്റ്റാണ്. ഇന്ന് ഡേ 3 ആണ്. കൈ മടക്കി വെക്കണോ വേണ്ടത് ഞാൻ ആലോചിച്ചിരിക്കാം കേട്ടോ. അപ്പം ഇത് ഇന്നലെ വാങ്ങിയ ഡ്രസ്സ്. ഇന്നലെ നമ്മൾ എത്രയാ 200 ബാത്തിനാണ് കണ്ടു വാങ്ങിയതാണ്. അപ്പം ഈ ഡ്രസ്സും എൻ്റെ ഷോർട്സും നല്ല മാച്ചായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇട്ടു. പിന്നെ നമ്മുടെ ഊബർ വരുന്നുണ്ട്. സമയം കുറച്ച് ലേറ്റായി, 8:30 കഴിഞ്ഞു. 8:30 നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയേ. എണീക്കാൻ കുറച്ച് ലേറ്റായി. ഇന്നലെ ഉറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 2 മണി ആവാനായി. പിന്നെ എണീക്കാൻ ടൈം എടുക്കുമല്ലോ, നമ്മുടെ ആ ടൈം അല്ലല്ലോ ഇവിടെ. 1.5 മണിക്കൂർ കൂടുതലായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അവിടെ തന്നെ ഉറങ്ങുമ്പോൾ ഒരു നേരം ആവും. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടുത്തെ. അപ്പം ഉറങ്ങാൻ കുറച്ച് ലേറ്റായി. നമ്മുടെ ഊബർ വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഓടി ഇതിലേക്ക് കയറി, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല രാവിലെ. അപ്പം ഇന്നും ഊബർ വന്നിട്ടുണ്ട്. അവരൊക്കെ പോയി, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. ഗൈസ്, ഈ ഷർട്ട് കണ്ടോ? ഈ ഷർട്ടിൻ്റെ ബേക്കിലും ഈ ഷർട്ട് പോലെ തന്നെയാണ്. നമ്മുടെ ചില ഷർട്ടിൽ 2 ബട്ടണൊക്കെ ഉള്ള ഗേൾസിൻ്റെ മോഡൽ സാധനം അതുപോലെ ഇതിൻ്റെ പുറകെ ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രണ്ട് ബാക്കി സാധാ പോലെ തന്നെ ഇതുള്ള വിത്ത് പോക്കറ്റും വിത്തോട്ട് പോക്കറ്റും ഉണ്ടായിരുന്നു. നമ്മൾ വിത്ത് പോക്കറ്റ് എടുത്ത് ഇതൊരു സാധനം കണ്ട് ഇടാലോ. അതുകൊണ്ട് ഇത് ബേക്കിലും കോളറിലുണ്ട്. ഇത് മരിക്ക് കിടക്കൂല. ഇത് ഇടയ്ക്ക് ഇങ്ങനെ പൊന്തിച്ചിടണം. എന്തൊക്കെയോ ഒരു സുഖമില്ല. ബേക്കിലും കഴുത്തു പോലെയൊക്കെ ഏകദേശം കാണാൻ സെയിം കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മേക്ലോൺ റെയിൽവേ മാർക്കറ്റ്. അപ്പം റെയിൽവേ മാർക്കറ്റ് എന്ന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിൻ മാർക്കറ്റ്, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ അതിന്. ശരിക്കും പേര് ഞാൻ പറഞ്ഞ സാധനം. അപ്പം ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കാർ ആദ്യം ആ ജംഗ്ഷനിൽ വരാമെന്ന് പറഞ്ഞത്. പിന്നെ അവർ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അപ്പം അവിടെ എന്തും നിർത്താൻ പറ്റില്ല, എന്തായാലും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ച് നടക്കുക. അപ്പം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ കേട്ടോ നമ്മുടെ ആ ഒരു നമ്മളെടുത്തേക്കുന്ന റൂമൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ കാറിൽ കയറി. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം വലിയ കാറായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ മുന്നേ പോയ എല്ലാം കുഞ്ഞു കാർ. അപ്പം ഇതിലേക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ അത്യാവശ്യം സുഖമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ടേക്ക്, നമ്മുടെ ആ റെയിൽവേ മാർക്കറ്റിലോട്ട്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത്. ലേറ്റ് ആവുണ്ടല്ലോ ഓർത്തിട്ട്. അത് ട്രെയിൻ വരുന്നതിന് ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആ ടൈമിന് നല്ലല്ലേ കാണാൻ പറ്റുള്ളൂ.
അപ്പം അങ്ങനെ ഓർത്തിറങ്ങി. അപ്പം ഈ ചേട്ടനായിട്ട് നല്ല കമ്പനി ആയിട്ടോ, അടിപൊളി ചേട്ടൻ. അപ്പോൾ ഈ ചേട്ടൻ്റെ വണ്ടിയല്ല, അതായത് ചേട്ടനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ചേട്ടൻ വേറെ ആളുടെ വണ്ടി അങ്ങനെ റെൻറ്റിനെടുത്ത് അങ്ങനെ ഓടിക്കാൻ അങ്ങനെ നമ്മൾ വ്ളോഗൊക്കെ ചേട്ടൻ വെച്ച് കൊടുത്തു. എന്തോ പറഞ്ഞപ്പോൾ എന്തോ പറഞ്ഞു, എന്തെങ്കിലും വെച്ചോളാന്നൊക്കെ പറഞ്ഞു, ഇതേപോലെ സ്ക്രീൻ ഉണ്ട് പറഞ്ഞിട്ട്. അപ്പം ചേട്ടൻ ഞാൻ ഒന്നും പറഞ്ഞില്ല. ചേട്ടൻ എൻ്റെ ചാനലിൻ്റെ പേരടിച്ചു. അമ്മ ഞാനങ്ങ് ഉരുക്കില്ലാണ്ടേ അങ്ങനെ എൻ്റെ പേരൊക്കെ അടിച്ചു, ഞങ്ങൾക്ക് വെച്ച് കൊടുത്തു. ഇയാളിങ്ങനെ ആദ്യം ഓക്കെ കുഴപ്പമില്ല, അങ്ങനെ അയാൾ അറിയില്ലല്ലോ നമ്മുടെ സംഭവമൊന്നും അറിയില്ല. എന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുക, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എവിടെയോ ഈ വണ്ടിക്ക് പെട്രോളല്ല അടിക്കുന്നത്, അല്ലാണ്ടുള്ള ഗ്യാസ് പോലത്തെ സംഭവമാണ്. അപ്പം ഇലക്ട്രിക്കല്ല അല്ലാത്ത. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ, അതിൻ്റെ സ്റ്റേഷനിൽ നിർത്തിയപ്പം ഇയാളിങ്ങനെ എന്തോ പാട്ട് പാടുന്ന ഏതോ വീഡിയോ അടിച്ചു കൊടുത്തു. അപ്പോൾ ഈ ചേട്ടൻ അത് നോക്കിയിട്ട് എന്നെ നോക്കി, പട്ടും തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഇതേപോലെ ഞാനല്ലേ ഇത് എന്നുള്ള സാധനത്തൊക്കെ അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അങ്ങനെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഈ ചേട്ടൻ വേണ്ടി നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ ദൂരെന്ന് പറഞ്ഞ ചക്ക ഉണ്ടല്ലോ, അത് ചേട്ടൻ വാങ്ങി. അയ്യോ അതാണെങ്കിൽ എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടെ ഈ സാധനം. ഞാനിങ്ങനെ വൃത്തിയുടെ സ്മെല്ലെന്നൊക്കെ പറഞ്ഞാൽ പോരാ, അത്ര വൃത്തിയുടെ സ്മെല്ലായത്. കാരണം അവിടെ സ്മെല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം കുറച്ചാണ് സ്മെല്ല് ഉണ്ടാവില്ല. ഇത് ഉള്ള കടയിൽ മൊത്തം ഇതായിരുന്നു. നമ്മൾ 2 ദിവസം ഇത് കണ്ടു മടുത്തു. ഏത് സ്ട്രീറ്റിൽ പോയിട്ടുണ്ടെങ്കിലും അവിടെ ഇത് ഭയങ്കര മെയിനായിരിക്കും. അങ്ങനെ ഏട്ടൻ വാങ്ങി. ഇത് എന്നെ കഴിക്കാൻ നിർബന്ധിക്കുന്ന സീനാട്ടോ അത്. എന്നിട്ട് ഞാൻ ഇച്ചിരി നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരുമാതിരി ഛർദ്ദിക്കാനൊക്കെ വന്ന് എൻ്റെയും കഴിച്ചില്ല. എന്തിനാണ് റിസ്ക് എടുക്കുന്നത് വെറുതെ. അങ്ങനെ വന്നതിന് ശേഷം ഈ ചിക്കൻ ഫ്രൈ കണ്ടോ, വന്നതിന് ശേഷം ഇവിടെ ഞാൻ കുറച്ച് മസാല ഇട്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കി കാണുന്നത്. ബാക്കി ഒന്നിനും മസാല ഉണ്ടാവില്ല, ഫുള്ള് വേവും ഇല്ല. അത് അവിടുത്തെ ഒരു സ്റ്റൈലാണ്, ഞാൻ അങ്ങനെ പറഞ്ഞല്ല, അത് അവിടുത്തെ സ്റ്റൈലാണ് പറഞ്ഞത്. അപ്പം സംഭവം നമുക്ക് കഴിക്കാൻ ചിലപ്പം കഴിച്ചാൽ വയറിനൊന്നും വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. കാരണം മൊത്തം ഇതാക്കുന്നില്ലല്ലോ, ബോയിൽ ചെയ്യുന്നില്ലല്ലോ, ഫുള്ള് വേകുന്നില്ലല്ലോ, പകുതി വേവിന്നിട്ടേ ഉണ്ടാവുള്ളൂ. അയ്യോ ഒന്നും പറയണ്ട. ഫുഡായിരുന്നു എനിക്ക് ഏറ്റവും പ്രശ്നം. വേറെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ബാക്കിയൊക്കെ അടിപൊളിയാണ്. ക്ലൈമറ്റൊക്കെ ഇച്ചിരി ചൂടുണ്ട്, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളൂ. ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടെന്ന് ഇറങ്ങിയത്. അത് എനിക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മര്യാദയ്ക്ക് സൺസ്ക്രീനൊക്കെ ഇടുന്നത്. മര്യാദയ്ക്ക് നല്ല സൺസ്ക്രീൻ ഇടുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഇതാട്ടോ നമ്മുടെ റെയിൽവേ മാർക്കറ്റ് എത്തി. അപ്പം മാർക്കറ്റിലേക്ക് വരുന്ന വഴിയായിരുന്നു ഇത്ര നേരം. അങ്ങനെ ഇവിടെ മീനും അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളെല്ലാം ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും മൊത്തത്തിൽ മിക്സ്ഡ് ആയിട്ട് സ്മെല്ലായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഈ റെയിൽവേ ട്രാക്കിൽ കൂടിയാണ് ട്രെയിൻ വരുന്നത്. അപ്പം ആ സമയത്ത് ഈ ഇങ്ങോട്ട് വെച്ച് ഈ ഷീറ്റൊക്കെ ഇല്ലേ, ആ സംഭവമൊക്കെ അവർ എല്ലാം എന്താ പറയുക ടെമ്പററി ആയിട്ട് വെച്ചേക്കുന്നത്. അപ്പം ട്രെയിൻ വരുമ്പോഴത്തേക്ക് ഇവർ സാധനങ്ങൾ കൊട്ടയെല്ലാം എടുത്ത് അങ്ങോട്ട് കടലിനുള്ളിലോട്ടൊക്കെ കയറ്റി വെച്ച് അങ്ങനെ റെയിൽവേ ട്രാക്ക് വഴിയായിട്ട് ഒരുക്കി കൊടുക്കും. അപ്പം അങ്ങനെയായിരുന്നു. അപ്പോൾ സംഭവം നമ്മൾ റംബൂട്ടാൻ വാങ്ങി. എല്ലാത്തിനും 50, 60, 100 ബാത്ത് അങ്ങനെയൊക്കെ. നമ്മൾ ശരിക്കും റേറ്റ് കുറവാണ് ഇവിടെ. അപ്പുറമൊക്കെ നോക്കുമ്പം ബാങ്കോക്കിൽ നമ്മൾ വന്ന സിറ്റി അവിടെ എല്ലാം ഫുള്ള് അത്യാവശ്യം ഇത് വെച്ച് കമ്പാരിറ്റീവ്ലി നല്ല റേറ്റായിരുന്നു. ഇവിടെ നല്ല റേറ്റ് കുറവാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അറിഞ്ഞു ഇവിടെ ഇത്ര റേറ്റ് കുറവ്. എന്നാലും വീഡിയോസിലൊക്കെ ഇവർ കണ്ടിട്ടുണ്ട്, അച്ഛനും അമ്മയും ഏട്ടനൊക്കെ. ഇവർക്ക് തന്നെയായിരുന്നു പരിപാടി. ഗൈസ് നമ്മളിപ്പോൾ ട്രെയിൻ മാർക്കറ്റിലുള്ള അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചുകൂടി ചീപ്പാണ്. കുറച്ച് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ചീപ്പാട്ടോ. അങ്ങനെ നമ്മൾ കരിക്കൊക്കെ കുടിച്ചു. കരിക്കും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങുന്നതെല്ലാം ഇടയ്ക്കിടയ്ക്ക് തിന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളി. ഇതിൽ നടക്കാൻ നല്ല രസം ട്രാക്കിൽ കൂടെ. അപ്പോൾ നമ്മുടെ അവിടുത്തെ റെയിൽവേ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കല്ലൊക്കെ ഉണ്ടാവും. ആദ്യം കണ്ടപ്പോൾ ഇതിൽ ട്രെയിനൊക്കെ പോകുമായിരുന്നു, പക്ഷേ ട്രെയിൻ പോകും ശരിക്കും. ഇത് കാണുമ്പോൾ ഭയങ്കര ഡൗട്ടായിരിക്കും ഫസ്റ്റായിട്ട് പോകുമ്പോൾ. കാരണം ഇങ്ങനെ ടേബിളും ഇങ്ങനെ വെച്ചേക്കുമല്ലോ, അപ്പം എങ്ങനെ പോകുന്നൊക്കെ ഓർക്കും. പക്ഷേ സംഭവങ്ങളെല്ലാം അപ്പോഴത്തേക്ക് എടുത്ത് മാറ്റും, പതുക്കെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റും ട്രെയിനിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും. അങ്ങനെ കുറേ ഫ്രഷായിട്ട് മീനും ഞണ്ടും അങ്ങനെ കുറേ വലിയ ഇതൊക്കെ ഉണ്ടായിരുന്നു, പ്രോൺസൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ കാണണം, വലിയ അതായത് ഓരോ സ്ട്രീറ്റിലും ഉണ്ട്. അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം കണ്ടു. എല്ലാം അത്യാവശ്യം ബാക്കിയുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ചീപ്പായിരുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ മീനൊന്നും വാങ്ങി ഉണ്ടാക്കാനുള്ള സംഭവമൊന്നും ഇല്ല, പക്ഷെ കാണുമ്പോൾ വാങ്ങാൻ തോന്നും. പക്ഷെ നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയില്ല.
അങ്ങനെ നമ്മൾ വെളുത്തുള്ളി വാങ്ങാൻ നോക്കി, കുറച്ച് വെളുത്തുള്ളി വാങ്ങിയിട്ട് അടിപൊളിയായിരുന്നിട്ട് വെളുത്തുള്ളി നല്ല രസമാണ്. എനിക്ക് കാണുമ്പോൾ അത് ഭയങ്കര, അത് എല്ലാവർക്കും ആ ഒരു ഇഷ്ടമുണ്ടോയെന്ന് അറിയില്ല. വെളുത്തുള്ളി അടിപൊളിയായിരുന്നില്ല, വലിയ വെളുത്തുള്ളിയാണ്. അത് മര്യാദയ്ക്ക് വീട് എടുക്കാൻ മറന്നു, കാരണം അത് ശ്രദ്ധിക്കാൻ പോയി ബാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ഓർത്ത് സത്യം പറഞ്ഞാൽ മറന്നുപോയി മര്യാദയ്ക്ക് എടുക്കാനത്. അങ്ങനെ വെളുത്തുള്ളി നമ്മൾ കുറച്ച് വാങ്ങി. അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നല്ല വലിയ വെളുത്തുള്ളിയാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി. അങ്ങനെ കാണുന്നത് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങുന്നുണ്ട് എൻ്റെ ഇടയിൽ കൂടെ, ഓരോരുത്തർക്കും കൊടുക്കണമല്ലോ. അപ്പം പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങണ്ടല്ലോ ഓർത്തിട്ട് കുറച്ച് സാധനങ്ങൾ ഫ്രണ്ട്സിന് കൊടുക്കാനാണെങ്കിലും അമ്മ വീട്ടിലേക്കാണേലും വീട്ടിലോട്ടാണേലും ഏട്ടനും ഫ്രണ്ട്സിനും കൊടുക്കണം, എനിക്കും കൊടുക്കണം, അമ്മയ്ക്കും കൊടുക്കണം, അച്ഛനും കൊടുക്കണം. എൻ്റെ അമ്മ ഒന്ന് പറയണ്ട, കൊടുക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ കാണുന്ന സാധനങ്ങൾ വെച്ചിട്ട് വാങ്ങും കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ ചെയ്ത് വെക്കുന്ന വർക്ക് അത് മൊത്തം ചേട്ടൻ അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ കുറേ ഹാൻഡ് മെയ്ഡ് സംഭവങ്ങളെല്ലാം അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്ന കാണാം, ഓരോ കടേൻ്റെ സൈഡിലിരുന്നിട്ട്. അങ്ങനെ കുറേ മുഷി പോലത്തെ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അവിടെ ഇങ്ങനെ ബ്ലഡ് കാണും, ഇങ്ങനെ അത് ഞാൻ സൂം ചെയ്ത് ഞാനത് ആ മീനിന് നന്നാക്കിയിട്ടുള്ള സംഭവം അത്. അപ്പം അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു നമ്മൾ സംഭവം. എനിക്ക് അപ്പോഴും ഡൗട്ട് ഇതിൽ കൂടെ ട്രെയിൻ പോകുമെന്നായിരുന്നു, പക്ഷെ ട്രെയിൻ പോകുമോ അതിലെ ട്രെയിൻ പോകുമെന്ന് തന്നെയായിരുന്നു അവിടെ, കാരണം ആ ട്രാക്കിൽ കൂടെ എങ്ങനെ പോകും അങ്ങനെയൊക്കെ ഓർത്ത് ഞാൻ, പക്ഷെ ട്രെയിൻ പോകും ശരിക്കും. അങ്ങനെ നമ്മൾ എനിക്ക് ഷൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചെരുപ്പൊന്നും എടുക്കാനും പറ്റിയില്ല. അതായത് നമുക്ക് ഇതിന് സൂട്ട് കേസിന് വെയിറ്റ് കൂടുമായിരുന്നു, അപ്പം ചെരുപ്പ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു പോകുമ്പോൾ അവിടെ നിന്ന് വാങ്ങിത്തരാൻ പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് നമ്മളിപ്പോൾ ക്രോക്സ് വാങ്ങാൻ വേണ്ടി നോക്കുക. എനിക്ക് ക്രോക്സിലാണെങ്കിൽ നല്ല കംഫർട്ടാണല്ലോ, മറ്റേത് എനിക്ക് അത്ര കംഫർട്ടൊന്നുമില്ല, ലുക്ക് മാത്രമേ ഉള്ളൂ, കംഫർട്ടില്ല. അപ്പോൾ ഷൂവും കുറച്ച് പഴയതായിരുന്നു. ഷൂ ഞാൻ 9 പഠിക്കും മേടിച്ച ഷൂ, അപ്പോൾ അതിനിടയ്ക്ക് കുറേ ഷൂവൊക്കെ മേടിച്ചു. പക്ഷേ ഇത് ഞാനിങ്ങനെ പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ച സാധനമായിരുന്നു. അങ്ങനെ അതിട്ടിട്ട് നമ്മൾ പോയത്. അപ്പം അച്ഛന് ക്രോക്സ് വാങ്ങാൻ നോക്കുന്നത്. അച്ഛൻ കുറേ നാളെ ക്രോക്സ് വേണമെന്ന് പറയുന്നത്, പക്ഷേ അച്ഛൻ്റെ സൈസ് കിട്ടാൻ കുറച്ച് പണിയാണ്. അച്ഛൻ നോക്കിയിട്ടുമില്ല, പക്ഷേ സൈസ് കിട്ടണമെന്ന് ചോദിച്ചാൽ കിട്ടുമല്ലോ നാട്ടിൽ നിന്ന് തോന്നും, കാരണം നല്ല വലിയ സൈസ്. അവിടെ നിന്ന് 44 എടുത്തത്, അതായത് 40 എന്ന് പറഞ്ഞാൽ നമ്മുടെ 10 ആയിരിക്കും സൈസ്. അപ്പം 44 എന്ന് പറഞ്ഞാൽ അപ്പം 12 വല്ലതായിരിക്കും. ഇതാണ് അച്ഛന് ക്രോക്സ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ അച്ഛന് ഊരി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ക്രോക്സ് എന്നിട്ട് എടുത്തു കേട്ടോ. കാരണം അച്ഛന് ക്രോക്സ് എടുത്തു, എനിക്കൊരു ക്രോക്സ് എടുത്തു, എനിക്കൊരു ഷൂ പോലത്തെ ഒരു സംഭവം എടുത്തിട്ടുണ്ട്, അച്ഛൻ്റെ കയ്യിൽ കവറിലിരിക്കുന്ന സാധനം.